പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ജനന തിരുനാളിൻ്റെ ഒരുക്ക ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ. ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട അനുബന്ധ സംഭവങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഈശോയുടെ പുൽക്കൂട്ടിലേക്ക് കടന്നു വന്ന സന്ദർശകരായിട്ടുള്ള വ്യക്തികളെ നമ്മളൊന്ന് നോക്കിക്കാണുകയാണ്. പൂജ രാജാക്കന്മാരെ നമുക്കെടുക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം എത്ര ആഗ്രഹത്തോടു കൂടെയാണ് അങ്ങ് വിദൂരത്ത് നിന്ന് ഈശോയെ അന്വേഷിച്ച്, രാജാക്കന്മാരുടെ രാജാവായ യേശുവിനെ അന്വേഷിച്ച് അവർ ബെത്ലഹേമിൽ എത്തിച്ചേരുന്നത്. ദൈവത്തെ അന്വേഷിച്ചുള്ള ഒരു യാത്ര അവരുടെ ഹൃദയത്തിന് വലിയൊരാഗ്രഹമായിരുന്നു. അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവശ്യമുള്ളൊരു കാര്യമായിട്ട് അവർക്ക് തോന്നി. അതുകൊണ്ടാണ് ആഗ്രഹിച്ചിടത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഒരു വലിയ ദീർഘയാത്ര നടത്തി അവരവിടെ എത്തിച്ചേരുന്നത്. ആഗ്രഹങ്ങളില്ലാതെ ഒരിക്കലും ദൈവത്തെ കണ്ടെത്തുന്ന ഒരു വഴിയിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധിക്കുകയില്ല. ഇന്നത്തെ ഒരു കാലഘട്ടത്തിലും ദൈവത്തെ അന്വേഷിക്കുവാനും ദൈവത്തെ കണ്ടെത്താനും കഴിയുന്ന വിധത്തിൽ ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരവസ്ഥ നമ്മുടെ മനസ്സുകളിലുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവദർശനം നമുക്ക് സാധ്യമാകും. വീണ്ടും ആ പൂജരാജാക്കന്മാരുടെ മനസ്സിലേക്ക് നമ്മളൊന്ന് കടന്നു ചെല്ലുകയാണെങ്കിൽ അവരുടെ ഹൃദയത്തിൽ അകമേ വെളിച്ചം കിട്ടിയവരായിരുന്നു. അവർ നക്ഷത്രത്തെ നോക്കിയാണ് കടന്നു വന്നതെങ്കിലും ആ നക്ഷത്രം അവരെ നയിച്ചുകൊണ്ടിരുന്നു. ആ നക്ഷത്രം പുൽക്കൂട്ടിലേക്ക് അവരെ കൊണ്ടുവന്നു. മറിയത്തോടും യോസേപ്പ് പിതാവിനോട് ചേർന്ന് യേശുവിനെ അവർ ആരാധിക്കുന്നുണ്ട്. അവരുടെ ഹൃദയങ്ങളിൽ പ്രകാശം നിറഞ്ഞു. പ്രകാശത്തിൻ്റെ ആ ഒരു അനുഭവത്തിലൂടെയാണ് അവരുടെ മുന്നോട്ടുള്ള വഴികൾ കാണുക. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുമസ് ദിനങ്ങളിലേക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾക്ക് പ്രാർത്ഥിക്കാനുള്ള കാര്യവും അതുതന്നെയാണ്. അകമേ പ്രകാശം കിട്ടിയ ഒരു ഭാവം, അകത്ത് പ്രകാശം നിറഞ്ഞാൽ മാത്രമേ അത് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ കണ്ട് മടങ്ങിപ്പോകുമ്പോൾ ഹെറോദേസിൻ്റെ വഴികളിലേക്കല്ല അവർ കടന്നു പോകുന്നത്. കപടതയുടെയും കവർച്ചക്കാരൻ്റെയും അല്ലെങ്കിൽ എല്ലാം തകർത്ത് തരിപ്പണമാക്കുന്ന ദൈവനിഷേധികളുടെ വഴികളിലേക്കല്ല അവർ കടന്നു പോകുന്നത്. മറിച്ച് മറ്റൊരു വഴിയെ തിരിച്ചു പോകാൻ തക്കവണ്ണം ഉള്ളിൽ പ്രകാശം നിറഞ്ഞു. യേശുവിനെ കണ്ടെത്തിയവർക്കൊരിക്കലും ഈ പോയ വഴിയെ അല്ലെങ്കിൽ വന്ന വഴികളിലൂടെ തന്നെ പോകേണ്ട അവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ സാധാരണ അനുഭവങ്ങളിലേക്ക് കടന്നു വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദൈവദർശനം സാധ്യമായാൽ മാത്രമേ ഉള്ളിൽ പ്രകാശം നിറയുകയുള്ളൂ. യേശുവാകുന്ന മഹാപ്രകാശത്തിലേക്കാണ് അവർ കടന്നു വന്നത്. ആ പ്രകാശമാണ് അവരെ പ്രകാശിപ്പിച്ചത്. ഈ ദിവസങ്ങളിൽ നമ്മളും പ്രാർത്ഥിക്കേണ്ടത് അത് തന്നെയാണ്. യേശുവേ, പരമപ്രകാശമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. അപ്പോൾ പ്രകാശമുള്ള ചിന്തകളും പ്രകാശമുള്ള വാക്കുകളും പ്രകാശമുള്ള പ്രവൃത്തികളും നമ്മളിൽ നിന്ന് കടന്നു വരും. അത് നമ്മുടെ കുടുംബത്തെ പ്രകാശപൂരിതമാക്കും, നമ്മുടെ സമൂഹത്തെ പ്രകാശപൂരിതമാക്കും, നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളെ പ്രകാശപൂരിതമാക്കും. ആ ഒരു പ്രകാശം നമ്മിൽ നിറഞ്ഞു നിൽക്കട്ടെ.